തക്കാളിയോ ഉള്ളിയോ ഒന്നും വാട്ടാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മീൻകറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കട്ടെ, അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അരക്കുന്ന സമയത്ത് ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ അരവിന് നല്ലൊരു പച്ചമുളകിൻ്റെ ഒരു ചൊവയുണ്ടാകും. അതുപോലെ ഈ കറിയിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, ഇതിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ചേർക്കുന്നത്, 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കണേ, അപ്പോൾ നല്ലൊരു കളർ തന്നെയാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുക്കാം. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻകറീൻ്റെ കളറിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ലൊരു ഓറഞ്ച് കളറല്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് അധികം ചേർക്കണം നമ്മൾ അരക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതാ ചട്ടിയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി ഇതിൽ ചേർത്ത് അരച്ചു. അതുപോലെ വാട്ടേണ്ടൊന്നും ആവശ്യമില്ല, തക്കാളി ഉള്ളിയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കാളി ചേർക്കുന്നുണ്ട്. ഇതുപോലെ പച്ചയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, വാട്ടാണ്ട് പച്ചക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ് ചേർക്കുന്നത്. ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്, വാളംപുളിയല്ല കുടംപുളി ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുപോലെ അയില വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അയില ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, വൃത്തിയാക്കിയതിന് ശേഷം ഡയറക്റ്റ് തന്നെ നിങ്ങൾക്കങ്ങ് മസാല പുരട്ടാണ്ടും ചേർക്കാം കേട്ടോ. ഇനി അടുപ്പത്ത് വെച്ചിട്ട് എല്ലാം കൂടി നല്ലപോലെ നിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് മാത്രം മതിയാകും കേട്ടോ. മീൻ വേവാനുള്ള സമയം മതി. അരവ് ആ ഒരു സമയത്തിനുള്ളിൽ തിളച്ച് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് മൂടി തുറന്നിട്ട് നോക്കാം. അപ്പോൾ ഈ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുക എന്ന് പറഞ്ഞാൽ ചട്ടി ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. കയ്യിലിട്ട് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറി ആട്ടോ. അപ്പോൾ രാവിലെ തിരക്കൊടുത്ത സമയങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നല്ലപോലെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കണ്ടില്ലേ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിനേക്കാളും നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് വറുത്തിടുന്നുണ്ട്. ആ ഒരു സമയം മുളക് പൊടി കുറച്ചും കൂടി അങ്ങ് ചേർത്തിട്ട് വറുത്തിട്ടാൽ മതി. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല എരിവുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല എരിവ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാനിനി മുളക് പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറുത്തിടുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വറുത്തിടുന്നത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചതുമാണ് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വറുത്തിടുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തിടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്കൊന്ന് ഇതാക്കി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് വീണ്ടും നല്ലൊരു കളർ കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.